മറുപടി എഴുതണം തോന്നുന്നു. മറുപടി ഒന്നും എഴുതുന്നില്ല, പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, ഇങ്ങനെ ഇതല്ലാതെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഇങ്ങനെ ആൾക്കാർ നേരിട്ട് വന്നിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷനിൽ വരിക, അല്ലെങ്കിൽ അവർ പെട്ടി ചോക്ലേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരിക. എന്നിട്ട് എൻ്റെ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പം പൊട്ടൊക്കെ തൊട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മോള് പൊട്ടും തൊടരുത്, പൊട്ടൊക്കെ എടുത്ത് അവർ മാറ്റിയിട്ട് എന്നെ കൂടെ ഷാൾ ഇടിച്ച് ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സ്നേഹിക്കല്ലേ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ആളെ മറ്റേ കണ്ണാടിയും പൊട്ടൊക്കെ കണ്ണാടി ഇപ്പൊ ശരിക്കും കുറച്ച് കാലമായി ഞാൻ വെച്ച് നല്ല കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇത് മാറ്റാറില്ല. പക്ഷെ ഇതേ ശരിക്കും ലുക്ക് ഭയങ്കര ചേഞ്ച് ആവും. ഈ പൊട്ടും തട്ടവും മാറും. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയങ്കര ചേഞ്ച് ശരിക്കും ഉണ്ടാവും തോന്നുന്നു. നമ്മുടെ ഇരട്ടകളെ പോലെ ആവുമായിരിക്കും. ഇത് മാറ്റി തട്ടൊക്കെ ഇട്ട വേറൊരാൾ തന്നെയായല്ലോ. ഓക്കെ, തട്ടൊക്കെ ഇട്ട് കാണിക്കണം കേട്ടോ, ഒന്നും പോണേ. ഓക്കെ, ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു പാട്ട് ഏതായിരിക്കും ശരിക്കും അങ്ങനെയാണെങ്കിൽ? ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തത് എനിക്കൊന്നും, ഞാനെല്ലാം എൻജോയ് ചെയ്യും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മൾ ജോലി എപ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമായിരിക്കുമല്ലോ. നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മളൊരു വർക്കിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ നമ്മൾ ചിലപ്പം അവർക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. ഇതങ്ങനെയല്ല, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഏത് വർക്കിൽ പോയാലും അതൊരു ചെറിയ വർക്കാണെങ്കിലും അത് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യും. അതാണ് എൻ്റെ സന്തോഷം. അതിൽ അവിടെ വരുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണും, പക്ഷെ എനിക്ക് അത് അവരെ എത്രയോ പരിചയമുള്ള പോലെ ആയിരിക്കും. അവരും എൻ്റെ അടുത്ത് അതുപോലെ സ്നേഹത്തിൽ നിൽക്കും. അതുകൊണ്ട് ഇന്ന് ഒരു വർക്ക് എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ വർക്കും ഞാൻ ഭയങ്കര സന്തോഷിച്ച് ആസ്വദിച്ച് ചെയ്തൊരു വർക്ക്. അന്നത് ഒരുപാട് നായികമാരുണ്ടായിരുന്നു അല്ലേ? കുറെ, ഇപ്പം ചേച്ചി അല്ലാതെ വേറെ കുറച്ച് നായികമാരോടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും കിട്ടാത്തൊരു റെക്കഗ്നേഷൻ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ട്. അപ്പം ഞാൻ എനിക്ക് ദൈവം എന്തോ ഒരു ഭാഗ്യം തന്നത്. കാരണം എന്നെപ്പോലെ തന്നെ അന്ന് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഇത്രയും ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെ അറിയപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതെന്റെ ഭാഗ്യമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അവർ എൻ്റെ ഫേസ് അല്ലെങ്കിൽ അങ്ങനെ, കാരണം എപ്പോഴും എനിക്ക് ചിരിച്ച് നിൽക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്ക് ഇവിടെ വേദനിക്കുന്നില്ലേന്ന് ചോദിച്ചു. കാരണം ഫുൾ ടൈം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി അതുകൊണ്ടാണോ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത്. എന്തോ എനിക്കറിയില്ല, അവർക്ക് എന്നെ ഇഷ്ടമാണ്. അത് കൊള്ളാം. അതേപോലെ എല്ലാരും ഇങ്ങനെ ആൽബം സോങ്ങിലൂടെ പ്രേമിക്കാനൊക്കെ പ്രേരിപ്പിച്ച് പ്രേമം കാണിച്ച് അതൊക്കെ അതിന്റെ കൂടെ പിന്നെ ഒരു ശകുന്തളയുടെ വേഷം ഇട്ട് വന്നിട്ട് പറഞ്ഞു പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമം വിശക്കനിയാണ്. എനിക്കറിയില്ല. മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയെടുത്തി. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയല്ലല്ലേ? ഓക്കെ, അപ്പൊ ഈ ആ ഒരു പാട്ടിന്റെ ശരിക്കും കാരണം എൻജോയ്ലി അത്രയും നാളും ചെയ്ത് വെച്ചതിൽ നിന്ന് ഭയങ്കര ഓൾറെഡി ഷൂട്ട് ചെയ്ത സോങ് ആയിരുന്നല്ലോ പ്രേമത്തിന്. പിന്നെ വീണ്ടും സജി മില്ലേനിയം ആണ് ആ വർക്ക് വീണ്ടും ഷൂട്ട് ചെയ്തത്. അത് പക്ഷെ വേറൊരു തീമൊക്കെ വെച്ചിട്ട് 3 നായകന്മാരൊക്കെ വെച്ചിട്ട് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ. അതും നല്ല ഓർമ്മ. അതൊരു നമ്മൾ കക്കയത്തൊക്കെ വെച്ചിട്ട് നല്ല സോങ്. ആ ഒരു മേക്ക് ഓവർ ഒക്കെ ഓർമ്മയുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. അതെൻ്റെ അടുത്ത് ചോദിച്ചതാണ്, സുനിത ഏത് വേഷം വേണം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശകുന്തള മതി. ശകുന്തളയായിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര നാളെ ആ തട്ടത്തിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അത് ഞാൻ എടുത്ത്. കാരണം മറ്റേതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത കുറെ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇതാകുമ്പം ഒരു വെറൈറ്റി അല്ലേ അങ്ങനത്തെ ഒരു വേഷം. അത് കാണാനും ഞാൻ എങ്ങനെ ഉണ്ടാവും ആ ലുക്കിൽ ഇത് കാണാൻ എനിക്കൊരാഗ്രഹം. അപ്പം അത് കിട്ടിയപ്പോൾ സന്തോഷം. ഓക്കെ, ചെയ്ത പാട്ടുകളിലെ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും മനസ്സിലുണ്ടാവുന്നൊരു പാട്ട് ഏതായിരിക്കും? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒന്ന് ദിൽഹവത്യമാണ്, പിന്നെ മനസ്സിൻ്റെ മണയറിയില്ല. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ പാട്ടുണ്ടല്ലോ ദൈവമേ. പിന്നെ ഒരു ഹിന്ദു സോങ് ഉണ്ട്, ഒരു വാക്കും മിണ്ടാതെ എന്ന് പറഞ്ഞിട്ടൊരു സോങ് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഹിന്ദുസിൻ്റെ ഒരു ഇത് ചെയ്ത സോങ്ങാണ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. അപ്പോൾ ഈ നമ്മളെല്ലാവരും അന്ന് മുസ്ലിമായെന്ന് വിചാരിച്ച ഒരാള് ഹിന്ദു സോങ് ചെയ്യുമ്പോൾ ഉള്ളൊരു മാറ്റം ആൾക്കാർ അന്ന് അല്ല, എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദു ആണെന്ന്. വലിയ അവർക്ക് പക്ഷെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ലെന്നേ അവർ പറയൂ കാണുമ്പോൾ. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും വെച്ച് ഈ അടുത്ത് കണ്ടാലും പറയും ചേച്ചി മുസ്ലിം ആണെന്ന് ഞങ്ങൾ ഇത്രയും നാളെ വിചാരിച്ചെന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളെ
ഇപ്പൊ എനിക്കൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെപ്പോഴും പൊട്ടൊക്കെ വെച്ച് ശീലിച്ച് പിന്നെ നമ്മൾ ഇതങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവുണ്ടോ, നമുക്കൊരു ഇതുണ്ടോ, നമുക്കിത് ചേരുവോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ചെറിയൊരു പ്രായത്തിൽ തന്നെ വേറൊരു ഗെറ്റപ്പിലേക്ക് തന്നെ ആള് മാറുമ്പോൾ അത് അങ്ങനെ ആ സമയത്ത് അത്രയും അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, അന്ന് അങ്ങ് ചിന്തിക്കാനുള്ള പ്രായമൊന്നുമില്ലല്ലോ. നമ്മൾ 10-16 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പോവന്നു എൻ്റെ അടുത്ത് ചിരിക്കാൻ എനിക്ക് അഭിനയമൊന്നും അറിയില്ല. സാറ് പറയും അങ്ങോട്ട് നോക്കി ചിരിക്കൂ, അല്ലെങ്കിൽ ഇത് അവിടെ നോക്കൂ. പിന്നെ പർദ്ദയൊക്കെ ഇട്ട് വരുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ കൊള്ളാലോ ഞാനും ഭംഗിയുണ്ട്, എനിക്ക് പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പം അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അതിൽ നമ്മൾക്കത് ഭംഗി ഉണ്ടാവോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് മൊത്തം മുസ്ലിം വർക്ക് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം പോവുക തട്ടട, ഇതായിരുന്നു എൻ്റെ മെയിൻ. കേട്ടിട്ടുള്ള അപ്രിസിയേഷനിൽ ഏറ്റവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു അപ്രിസിയേഷൻ ഏതായിരിക്കും? അത് എന്താണ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്നോട് നല്ലതാണെന്ന് പറയുന്നു. ആ ഒരാൾ പോലും ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അടിപൊളിയാണ്, അല്ലെങ്കിൽ കൊള്ളാം, സൂപ്പറാണ്, ഇനി ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോഴും എൻ്റെ ഫാമിലിയിലാണെങ്കിലും. അപ്പം എന്നെ തളർത്താൻ വേണ്ടി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് എനിക്ക് ഇന്ന് മെമ്മറി അങ്ങനെയൊന്നുമില്ല. ഈ നമ്മൾ ഇത്രത്തോളം ആൽബംസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിലേക്കുള്ള ഒരു വേ കുറച്ചും കൂടെ ആ സമയത്ത് ഓപ്പൺ ആയിരിക്കണമല്ലോ. അപ്പം ആ സമയത്ത് അങ്ങനെ ട്രൈ ചെയ്തിരുന്നോ? അങ്ങനെ കുറെ കോഴ്സ് വന്നിരുന്നോ? ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. കാരണം അങ്ങനെ ട്രൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ചെയ്യല്ലേ. ഇല്ല, അതിപ്പോ ആൾക്കാരെ ഭയങ്കര പൊങ്ങച്ചം അല്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആൽബം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത നേരെ സിനിമയായിരുന്നില്ല, സീരിയലായിരുന്നു. സീരിയലും ഇതുപോലെ എൻ്റെ ആൽബം കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. അതുപോലെ സീരിയൽ കണ്ടിട്ട് ആലപ്പി അഷ്റഫിൻ്റെ വൈഫാണ് ഈ കുട്ടി. അവരുടെ വേറൊരു പടമുണ്ട്, അത് പടം ഇറങ്ങിയിട്ടില്ല, ചിന്നമുത്തു എന്ന് പറഞ്ഞൊരു പടം. തമിഴിലും മലയാളത്തിലും ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതിറങ്ങി ആ പടത്തിലേക്ക് തന്നെ അവർ ആദ്യം വിളിക്കുന്നത്. സീരിയൽ കണ്ടുകൊണ്ടാണ് വിളിച്ചത്. ആൽബംസൊക്കെ കണ്ടു. അങ്ങനെ എറണാകുളത്ത് സാറെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആയപ്പോൾ ആ പടം ചെയ്ത്. ആ പടം ഇറങ്ങിയില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നിന്നിഷ്ടത്തിനെ വിളിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ആ സമയത്ത് അങ്ങനെ അധികം എൻക്വയറീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോൾ 1-2 പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ സിനിമകളെ, കാരണം നമ്മൾ ഓൾറെഡി ആൽബത്തിൽ തിളങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, പാരലി സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള സിനിമയോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ആൽബം തന്നെയാണ്. അതെന്താ? അതാണ് നമ്മൾ അങ്ങനെ അധികം വർക്ക് ചെയ്യണ്ടല്ലോ. നമുക്കൊരു പാട്ട് തരും, നമ്മളതിൽ ഇപ്പ് കൊടുത്താൽ മതി. ഈ ആൽബം സിനിമയും അഭിനയിച്ച ഒരാളെന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം നമ്മൾ അതിന് വേണ്ടി കൊടുക്കണം. ആൽബം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് സിനിമയാണ് കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ അറിയപ്പെടുന്ന സിനിമയായിരിക്കും. പക്ഷെ നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ കിട്ടണമെങ്കിൽ അത് കുറച്ച് നമുക്ക് ഭാഗ്യം കൂടി വേണ്ടി വരും. അതുകൊണ്ട് പാട്ടിൽ അഭിനയിക്കുന്നതായിരിക്കും അതോ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നതായിരിക്കും ഏറ്റവും പാടായിട്ടുള്ള കാര്യം? എനിക്ക് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നു. ആണല്ലേ? ഇങ്ങനെ ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? അതൊക്കെ ചെയ്യാറുണ്ട്. അത് കാരണം നമ്മളെ അല്ലല്ലോ, വോയിസ് മറ്റുള്ളവരല്ല. അപ്പൊ ഡയലോഗ് പറയുന്നൊക്കെ ചെയ്യും. അങ്ങനെ കടുപ്പൊന്നും അങ്ങനെയൊന്നുമല്ല. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതുപോലെ സോങ് ഒക്കെ ചെയ്യുന്നത്.